നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. തൊട്ടാവാടി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അന്ന് സ്കൂളിൽ നിന്നും കരഞ്ഞാണ് അവൾ വന്നത്. അവളെ കൂട്ടുകാർ തൊട്ടാവാടി എന്ന് വിളിച്ച് കളിയാക്കുന്നു. അമ്മ അവളെ തൊട്ടാവാടിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൊട്ടാവാടിയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ തൊടുകയും അത് വാടുകയും ചെയ്തത് അവൾ കണ്ടു. അവളുടെ മുഖം സങ്കടം കൊണ്ട് കുനിഞ്ഞു. അവർ ഇരുവരും കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ തൊട്ടാവാടി വിടർന്നു നിൽക്കുന്നത് കണ്ട് അവളുടെ മുഖവും വിടർന്നു. അമ്മ പറഞ്ഞു, ചെറിയ കാര്യം വരുമ്പോൾ തളർന്നു പോകുന്നവരെ തൊട്ടാവാടി എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ നീ നോക്കൂ, ആ തളർന്ന തൊട്ടാവാടി വീണ്ടും വിടർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ഒന്ന് തൊട്ടാൽ തളർന്നു പോകുമെങ്കിലും കുറച്ചു സമയത്തിനകം അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഈ തൊട്ടാവാടി നമ്മോട് എന്താണ് പറയുന്നതെന്നോ? അമ്മ തുടർന്നു, തോൽവികൾ എന്നത് താൽക്കാലികമായ ഒരു പിൻവാങ്ങൽ മാത്രമാണ്. മനസ്സുകൊണ്ട് വിജയിച്ചേ മതിയാകൂ എന്ന് തീരുമാനിക്കുന്നവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. അതെ, ജീവിതത്തിൽ തോറ്റുപോകാനുള്ള കാരണങ്ങൾ ധാരാളം ഉണ്ടായേക്കാം. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് ഒരേയൊരു കാരണം മതി: ജയിച്ചേ മതിയാകൂ എന്ന തീരുമാനം. ശുഭദിനം.